എല്ലാവർക്കും നമസ്കാരം. ഞാനെന്നുള്ളത് കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ്. 13.5 സെന്റ് സ്ഥലത്തായിട്ട് 2200 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മോഡേൺ ഡിസൈനുള്ള വീട് വിൽപ്പനയ്ക്ക്. ലൊക്കേഷൻ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയാം. ഉഴവൂർ കൂത്താട്ടുകുളം റോഡിൽ ഉഴവൂർ ടൗണിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറി ഏതാണ്ട് 15 അടി വീതിയുള്ള പബ്ലിക് റോഡ് അവസാനിക്കുന്ന സ്പോട്ടിലാണ് നമ്മുടെ ഈ വീട്. ഞാൻ പരിചയപ്പെടുത്തിയ ഈ വീട് 13.5 സെന്റിലാണ്. അതിനോട് ചേർന്ന് ഒരു 14 സെന്റ് പുരയിടമുണ്ട്. ബാക്കിലായി 10-15 സെന്റ് വീതമുള്ള വേറെ 2 പുരയിടങ്ങളും കൂടി ഇതിന്റെ കൂടെയുണ്ട്. ആവശ്യക്കാർക്ക് ഒരുമിച്ച് വാങ്ങിക്കാം, അല്ലാത്തവർക്ക് വീട് മാത്രമായിട്ടോ പുരയിടം മാത്രമായിട്ടോ വാങ്ങിക്കാനുള്ള അവസരമുണ്ട്. മുറ്റം കംപ്ലീറ്റ്ലി 2 ഇഞ്ച് കനമുള്ള ബാംഗ്ലൂർ ഗ്രാനൈറ്റ് ലെയിൻ സ്റ്റോൺ ആണ് പാകിയിരിക്കുന്നത്. ഒരിക്കലും പറ്റാത്ത കിണർ, അതുപോലെ 24 മണിക്കൂറും വാട്ടർ അവൈലബിലിറ്റി ഉണ്ട്. ചുറ്റിനും മതിൽ കെട്ടിയിട്ടുണ്ട്. നമ്മൾ കാർ പോർച്ച് തന്നെ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ തൂണ്, അതൊരു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള നല്ല ഒരു ഔട്ട്ലുക്ക് കിട്ടുന്ന ഒരു കാർ പോർച്ച്. വീടിന്റെ ചുറ്റിനും ഏതാണ്ട് 12 അടിയോളം വീതിയുണ്ട്. രാവിലെ ഒരു വാക്ക് വേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. സൈഡ് വാളുകളെല്ലാം തന്നെ ഇത് നോക്കിയാൽ അറിയാം 10 അടി പൊക്കത്തിലാണ് കോമ്പൗണ്ട് വാളുകൾ കിട്ടിയിരിക്കുന്നത്. ബാക്ക് യാർഡിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു മുറം പച്ചക്കറികളെല്ലാം തന്നെ ഇവിടെ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. ഗ്രാനൈറ്റ് ഭാഗ്യ സിറ്റൗട്ട് ഏരിയയിൽ നിന്ന് ഹൈ സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള സ്റ്റീൽ ഡോർ ആണ്. അതിലൂടെ നമ്മൾ നേരെ ലിവിംഗ് സ്പേസിലേക്ക് കടക്കുന്നു. ലിവിംഗ് സ്പേസ് ആണ് കാണുന്നത്. റൈറ്റ് കോർണറിലായിട്ട് TV യൂണിറ്റ് ഉണ്ട്. ഈ കാണുന്നത് ഒരു പ്രയർ റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു ഷോക്കേസ് ആയിട്ടോ യൂസ് ചെയ്യാം. എല്ലാ റൂമിന്റെയും സീലിംഗ്സും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എല്ലാത്തിനും ഒരു വുഡൻ ടെക്സ്ചർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള പാറ്റേൺ ആണ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തേക്കുന്നത്. ഫ്ലോർ ടൈൽ ആണെങ്കിൽ വെർട്ടിഫൈഡിന്റെ 6x3 ടൈൽസ് യൂസ് ചെയ്തേക്കുന്നു. ഓവറോൾ നോക്കിയാൽ ഇപ്പൊ സ്റ്റെയർ നോക്കിയാൽ പോലും സ്റ്റെയറിന്റെ ഫുട് ഭാഗം വന്നിട്ട് വുഡും ഹാൻഡ് റെയിലും വന്നിട്ട് സ്റ്റീലുമാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഹാൻഡ് റെയിലും തടിയുടെ ഫിനിഷ് കിട്ടുന്ന രീതിയിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അടിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത്ര ഫിനിഷിംഗ് ലെവലിലാണ് ഓവറോൾ വർക്കും ഇന്റീരിയർ വർക്ക്സ് ഫിനിഷ് ചെയ്തേക്കുന്നത്. വിശാലമായ ഡൈനിങ് ഏരിയ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനോട് ചേർന്ന് അതിമനോഹരമായൊരു വാഷ് ബേസിൻ ഏരിയയും ക്രോക്കറി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു ഡൈനിങ് ടേബിളും കൂടി വരുമ്പോഴത്തേക്ക് ഇത് കൃത്യമായി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ ഹാൻഡ് റെയിൽ, അതായത് അപ്സ്റ്റെയറിലേക്ക് പോകുന്നതിൻ്റെ താഴത്തെ ഭാഗവും സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ലിവിംഗ് സ്പേസിനോട് ചേർന്ന് 2 ബെഡ്റൂമുകൾ, മാസ്റ്റർ ബെഡ്റൂമും അല്ലാതെ ഒരു സെക്കൻഡ് ബെഡ്റൂമും, 2 അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഔട്ട്ലുക്കിലും സ്പേസ് യൂട്ടിലിറ്റിയിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആട്ടോ ഈ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഈ ബ്ലാക്ക്, സ്റ്റീൽ, ഓഫ് വൈറ്റ്, വുഡൻ ടെക്സ്ചർ ചേരുമ്പോൾ നല്ലൊരു ക്ലാസി ഫിനിഷ് ഉണ്ട്. ഇത്രയും സ്റ്റോറേജ് ഏരിയയുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കംപ്ലീറ്റ്ലി ഇത് ചുറ്റിനും ഇതുപോലെ സ്റ്റോറേജ് ഏരിയ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓരോ റാക്സ്, പാൻട്രി യൂണിറ്റ്സ് എല്ലാം സെപ്പറേറ്റ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലാണ് ചെയ്തേക്കുന്നത്. ഈ ടോപ്പ് ആണെങ്കിലും ബോട്ടം കബോർഡ്സും എല്ലാം സ്റ്റീലിന്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഹോബിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റീലിന്റെ തന്നെ കട്ട്ലറി ട്രേയും അതുപോലെ പ്ലേറ്റ് ട്രേ അടക്കം എല്ലാ സംവിധാനങ്ങളും, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അധികം കാണാത്ത ഒരു സിങ്കിന്റെ പാർട്ടീഷനാണ് കാണുന്നത്. ഏത് ഭാഗത്തു നിന്നും ഇത് കൈവാൻ പറ്റും. പിന്നെ ടാപ്പ് ആണെങ്കിൽ പോലും അഡ്വാൻസ്ഡ് ആണ്. ഏത് ഭാഗത്തേക്കും തിരിക്കാൻ പറ്റും. ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ പ്രൊവിഷൻസ് ഉണ്ട്. അപ്സ്റ്റെയറിലേക്കുള്ള സ്റ്റെയർ ആണ്. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് സ്പേസ്. ലിവിംഗ് സ്പേസിനോട് ചേർന്ന് അപ്പുറവും ഇപ്പുറവുമായി 2 ബെഡ്റൂമുകൾ വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അഡ്വാൻസ്ഡ് ടെക്നോളജിയിലുള്ള ബാത്റൂം ഫിറ്റിംഗ്സ് ആണ്. ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ലിവിംഗ് സ്പേസിനോട് കണക്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് ഒരു കോറിഡോർ ഏരിയ പോലെയും വലത്ത് സൈഡിലേക്ക് വിശാലമായൊരു ബാൽക്കണി സ്പേസ്. വിശാലമായി ബാൽക്കണി ഏരിയയിൽ സ്റ്റീലിന്റെ ചാരുകൾ നൽകിക്കൊണ്ട് ഇരിപ്പിടങ്ങൾക്കായി സ്ലാബ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഒറ്റയ്ക്കോ ഫാമിലിയോ ആയിട്ടോ ഒക്കെ ഒന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണിത്. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കോമൺ ഏരിയ വരുന്നുണ്ട്. ടോപ്പ് റൂഫാണ്. സൈഡിൽ സ്റ്റീലിന്റെ ഗേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ തുണി വിരിച്ചിടാനുള്ള സംവിധാനങ്ങളുണ്ട്. ടോപ്പിലേക്ക് പോകാൻ വേണ്ടി ലാഡർ ഉണ്ട്. വാട്ടർ ടാങ്ക് അടക്കം എല്ലാം മുകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് ആണ് KR നാരായണൻ ഹൈവേയോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് എന്നുള്ളതാണ്.
മാത്രമല്ല ഏതാണ്ട് 2 കിലോമീറ്റർ റേഡിയസിനകത്ത് ധാരാളം ആരാധനാലയങ്ങൾ, അതെല്ലാ മതത്തിൻ്റെയും ഭാഗത്തുള്ള ആരാധനാലയങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൽ സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ ഓഫീസുകൾ എല്ലാം തന്നെ ഈ 2 കിലോമീറ്റർ റേഡിയസിൽ ആക്സസിബിൾ ആണ്. 13.5 സെന്റ് സ്ഥലത്തായി ഒരുക്കിയിരിക്കുന്ന ഈ വീടോ അല്ലെങ്കിൽ അനുബന്ധമായി നിൽക്കുന്ന വസ്തുക്കളോ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.